ഓക്കെ, മീനാക്ഷി ഓക്കെ അല്ലേ മക്കളെ? റെഡി? ഓരോന്നിലും ഇങ്ങനെ കയറി വരുന്ന കറക്റ്റാ അഡ്ജസ്റ്റ് ചെയ്ത് കയറി വരണേ. റെഡി? 1 1 2 3 സ്റ്റാർട്ട്. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരിപ്പൊൻ തരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല പെയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നിലാവല പെയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. താരാരിരം മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഇരുളുമിയേകാന്തരാവിൽ തിരിയിടും വാർത്തിങ്കളാക്കാം. മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്കാം. ഒരു മുളം തണ്ടായി നിൻ ചുണ്ടത്തെ നോന്ന പാട്ടിന്റെ ഈണങ്ങൾ ഞാൻ ഏറ്റുവാങ്ങാം. ഒരു കുളിത്താരാട്ടായി നീ വാർത്തും കണ്ണീരിൽ കാണാപ്പൂമുത്തെല്ലാം എന്നുള്ളിൽ കോർക്കാം. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ കവിളിലെ കാണാനിലാവിൽ കനവിന്റെ കസ്തൂരി ചാർത്താം. മിഴിയിലെ ശോകാർദ്രഭാവം മധുരിക്കും ശ്രീരാഗമാക്കാം. എരിവയിൽ ചായും നിന്മാടത്തിൻ മുറ്റത്തെ മന്ദാരക്കൊമ്പത്ത് മഞ്ഞായി ഞാൻ മാറാം. കീനാവിന്റെ കുന്നിക്കുരുത്തോലപ്പന്തൽ മേനഞ്ഞിട്ട് മംഗല്യത്താലിയും ചാർത്താം. മൂവന്തിത്താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോൾ ഒരു തരിപ്പൊൻ തരിയായി നിൻ ഹൃദയം നീറുന്നു. നിലാവല പെയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. നിലാവല പെയ്യാൽ നിന്നെ വിലോലമായി തലോടിടാം. താരാരിരം മൂവന്തി
താഴ്വരയിൽ വെന്തുരുകും സൂര്യൻ മുന്നാഴിച്ചെങ്കനലായി നിന്നുലയിൽ വീഴുമ്പോ. ഓക്കെ മക്കളെ, അയ്യോ ടെൻഷനൊക്കെ മാറിയാ മീനാക്ഷി കുട്ടി? മീനാക്ഷി മോക്ക് ആദ്യത്തെ ഒരു താളം ചെറിയൊരു ഇങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ. മീനാക്ഷിക്ക് നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്, നല്ല ടെൻഷൻ. എന്ത് പറ്റി അത്രയും ടെൻഷൻ? അറിയത്തില്ല ഇപ്പൊ അങ്ങ് നല്ല ടെൻഷൻ 2 ദിവസമായിട്ട് എന്തോ. അത് വേറൊന്നുമല്ല, ഒരു ഡാൻസിന്റെ ബേസ് ഇച്ചിരി ഒന്ന് മിസ്റ്റേക്കാ മൈനസാ കേട്ടാ ആശാട്ടി ഭയങ്കര ടെൻഷനാണ്. അതിന്റെയാണ് ഈ സാറ്റിസ്ഫാക്ഷൻ. ഇച്ചിരി എപ്പോഴും ഒന്ന് സാറ്റിസ്ഫാക്ഷൻ വരുമോ? എല്ലാം ഒരുപോലെ ചെയ്യാൻ വെക്കോ? അതിലൊന്നും കുഴപ്പമില്ല. ഒന്ന് മക്കളെ, ഇന്നത്തെ ഡേയിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചേ, 3 ഡാൻസ് ആണ് ഇനി ആ ഷൂട്ട്. കിട്ടിയ സമയം എത്രയാണെന്ന് അറിയാലോ. അപ്പൊ അതിൻ്റെതായ പാകപ്പിഴകളൊക്കെ വരും, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ചെയ്തത് അത്രയും സമയത്ത് നന്നായിട്ട് തന്നെ ചെയ്ത കേട്ടോ. നല്ലായിരുന്നു മക്കളെ. ഇഷ്ടപ്പെട്ടോ? പാട്ട് നല്ല പാട്ട് അല്ലേ, ഒരുപാട് ലയിച്ച പാട്ട് ഇങ്ങനെ ഉൾക്കൊള്ളുമ്പം. സാധാരണ നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞത് സാധാരണ ഈ പാട്ട് ലയിക്കുമ്പോഴത്തേക്ക് എക്സ്പ്രഷൻ വരുമല്ലോ, പക്ഷെ ഉള്ളി ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് ഒന്നും അങ്ങ് ലയിക്കാനും പറ്റുന്നില്ല. പക്ഷെ പാട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഈയിടെയായിട്ട് ചേച്ചി വരുന്ന പാട്ടുകളൊക്കെ ഇച്ചിരി ഇങ്ങനെ ലയം പാട്ട്. എന്നാലും എനിക്ക് യുദ്ധത്തിൽ നിന്നൊന്ന് ഇറക്കാനാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ? നല്ലതായിരുന്നു. പിന്നെ ഈ ഒരു സമയക്കുറവിൽ ഇങ്ങനെ കൂടുതൽ സ്റ്റെപ്സ് ശ്രദ്ധിച്ച് ചെയ്തോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ എല്ലാം കറക്റ്റ് തന്നെയാണ് ചെയ്ത, അങ്ങനെ മിസ്റ്റേക്കോ അങ്ങനെയൊന്നും പറ്റിയില്ല. പക്ഷേ ഈ നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ഇത് കാണുമല്ലോ, നമ്മളിങ്ങനെ കളിക്കുന്നത്. അത് എനിക്കില്ലായിരുന്നു അത്ര രീതി. ഞാനിങ്ങനെ അതെങ്ങനെയും കളിച്ചങ്ങ് പോയാൽ പ്രാക്ടീസിൽ അതും കളിച്ചു, പക്ഷെ എന്ത് ചിന്തിച്ചു അങ്ങനെ ഒന്നും ഓർമ്മയില്ല. പക്ഷെ കറക്റ്റാണ് കളിച്ചത്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ അത്ര രീതി ഇങ്ങനെ ശ്രദ്ധിച്ചാ ചെയ്തേന്ന് ഇങ്ങനെ തോന്നി. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് നന്നായിട്ട് ചെയ്തെന്നാ. ഞാൻ വിചാരിച്ചില്ല ഇത് ചിലപ്പോൾ ഒരു ടേക്ക് വെക്കുമെന്ന്, ഇടയ്ക്ക് കട്ടാവുമെന്നാ കരുതിയത്. അതുപോലെ തന്നെ ഈ ഡാൻസ് നമ്മൾ കൈലിയും ബ്ലൗസൊക്കെ ചെയ്ത് ഒരു പ്രത്യേക രീതി പല പല ഷോട്ടിൽ എടുത്തോ, നല്ല ഭംഗിയെടുത്തൊക്കെ ഒരു പ്രാവശ്യം ചെയ്യണം. ഇങ്ങനെ കുറച്ചെണ്ണം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ഒന്ന് ചെയ്യണം, ഈ ഒറ്റ ടേക്കിൽ അല്ലാണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ? ചേച്ചി ഈ പാട്ട് കളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. എന്താണെന്ന് ഭയങ്കര ദുഃഖത്തിലാണ് ഞാൻ ഈ പാട്ട് കളിച്ചത്. പ്രണയവും ചെറിയൊരു ആനന്ദവും ദുഃഖവും അതിലുണ്ട്. നല്ല ദുഃഖത്തിൽ എനിക്ക് ഇതിലങ്ങ് ലയിച്ച് കളിക്കാൻ തോന്നി. ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിലിങ്ങനെ ലയിച്ച് കളിക്കാനായിട്ട് തോന്നി. പക്ഷേ സ്റ്റെപ്പ് തെറ്റാ, അതായത് പാട്ടിന്റെ ലിറിക്സ് തെറ്റിയാൽ കൈ പോവും, ആ ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഈ പാട്ടിലൊരു പ്രത്യേകത ഇങ്ങനെ ലയിച്ച് കളിക്കാൻ തോന്നി. പക്ഷെ ഈ പാട്ട് എഴുതിയ എഴുതിയ ആളുടെ സമ്മതിച്ച് നല്ല അർത്ഥമുള്ള വരി. ഓക്കെ മക്കളെ, അങ്ങനത്തെ ഒരുപാട്. അയ്യോ, ഇതൊന്നും ജസ്റ്റ് നോക്കണം ആരാ എഴുതിയെന്നുള്ളത്, ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, അനാമികമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആദ്യം ഈ പാട്ട് കേട്ടപ്പോൾ കഴിഞ്ഞ ഷൂട്ട് പോലെ തന്നെയായിരുന്നു, കൺഫ്യൂഷൻ ആയിരുന്നു, എന്താ ചെയ്യേണ്ടത് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ അങ്ങ് ചെയ്യാം എന്ത് വരട്ടെ എന്ന് ആലോചിച്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലാതെ പോയി. നന്നായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും നല്ല പാട്ട് കിട്ടുമ്പോഴുള്ളൊരു ടെൻഷനുണ്ട്, നല്ല പാട്ടായതുകൊണ്ട് നന്നായിട്ട് തന്നെ ചെയ്യണമെന്ന് മാക്സിമം. ഇങ്ങനെയുള്ള സ്മൂത്ത് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇപ്പൊ കിട്ടുമ്പോൾ എങ്ങനെയുണ്ട്? മുന്നത്തേന്നും ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ മുന്നത്തേന്നും ടെൻഷൻ കൂടി. ഇപ്പൊ കുറേയും കൂടി ടെൻഷൻ ആയത്, അത്രയും ബെറ്റർ ആയിട്ട് ചെയ്യണം എന്നായി. ശരി, ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചോദിക്കട്ടെ. ഈ പാട്ടിലെ വരികളാണോ സംഗീതമാണോ പാടിയ ശബ്ദമാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഓക്കെ, ഞാൻ പോണു. എന്താ? മൂന്നും. അതായത് വരി കേൾക്കുമ്പോൾ വരിയുടെ അർത്ഥം അത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത്രയും അർത്ഥത്തിൽ ആ പാട്ട് എഴുതിയത് ബേസ് ചെയ്ത് തോന്നും. ആ വരികൾ മാത്രം നോക്കുമ്പോൾ ഈ പാടിയ ആളുടെ സൗണ്ട് കേൾക്കുമ്പോൾ അതിൽ ലയിക്കാൻ തോന്നും. അതായത് ആ സൗണ്ടിന്റെ ഒരു പ്രത്യേകത അതിനകത്തുണ്ട്. പിന്നെ ഇതിൽ ആ ഒരു ടൂൺ, അതിലാകെ ഒരു 1 2 3 1 2 3 ആ ഒരു ടൂണുണ്ട്. ആ ടൂൺ ഒഴിച്ച് ബാക്കി എല്ലാ ടൂണും, ആ ആളുടെ ആ സൗണ്ട്, ആ വരികളുടെ മീനിങ്, ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ആ പാട്ട് ഏതാണ് ബെറ്റർ എന്ന് പറയാം. പിന്നെ അതുമല്ലേ, അതായത് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ആ സിനിമയ്ക്കും ആ ഒരു സിറ്റുവേഷനും പറ്റിയ വരികൾ ചെയ്ത അതിന് 100% അത് ചെയ്തു. അതിൻ്റെ കൂടെ എങ്ങനെയാണോ ആ ഒരു
അതായത് നമ്മുടെ ആ ഒരു സംഗീതം ചേർന്നാൽ അതെങ്ങനെ ഓക്കെ ആവോ അതേ രീതിയിൽ അതിലോട്ട് ചെയ്തു. അത് രണ്ടും ഉൾക്കൊണ്ട് അതെങ്ങനെ പാടണോ അത് അങ്ങനെ പാടി. അപ്പൊ നമ്മളിങ്ങനെ മൂന്നിലും ഇങ്ങനെ ഒരു ഇത് വരും. അത്ര മൂന്നും ഏത് പറയാനോ, മൂന്നും അത്ര ആൻസർ ഇല്ലേ? ഇല്ല, പറയാൻ ബുദ്ധിമുട്ടാണ്. ഓരോ അർത്ഥം എടുത്ത് നോക്കുമ്പോഴും അതിന് പ്രത്യേക ഭംഗിയും ആ ശബ്ദം, പ്രത്യേകിച്ച് ആ ശബ്ദത്തിന് ഒരു നല്ല ഭംഗിയുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് അറിയില്ല എന്താ പറയണമെന്ന് ചോദിച്ചതിന്. ആ മക്കളെ, നിങ്ങളെ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷനിലായോണ്ട് അത്രയും മനസ്സിലാകില്ല. എന്ന് വെച്ചാൽ എന്താ പറയണ, ഗാനഗന്ധർവൻ യേശുദാസ്, അദ്ദേഹം രവീന്ദ്ര മാസ്റ്റർ, ഗിരീഷ് പുത്തഞ്ചേരി, അങ്ങനെ ഒരുപാട് ഔസേപ്പച്ചൻ, ഒരുപാട് നല്ല നല്ല സംഗീതജ്ഞര് ഉണ്ടായിരുന്നോന്നേ ഇപ്പൊ പറയാൻ കഴിയും അല്ലേ? അതൊക്കെ ഒരു വലിയ നഷ്ടം പോലെ തോന്നില്ലേ? ഓക്കെ. പണ്ടത്തെ പാട്ടുകൾ ഇപ്പോഴത്തെ തലമുറ ഏറ്റെടുക്കുന്നുണ്ട് ഒരുപാട്. ആ അഞ്ചു ചേട്ട ഒരു നോട്ടം നോക്കിയ മീനാക്ഷി കുട്ടി ഉത്തരം മുട്ടി. ആ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് പണ്ടത്തെ സോങ്സ് ആണ്. ഓക്കെ മക്കളെ, ശരി. അപ്പൊ ആ ചോദ്യത്തിന് ആൻസർ കൃത്യമായിട്ട് പറഞ്ഞില്ല. നമുക്ക് കൂട്ടുകാരോട് ചോദിക്കാം, അവർക്ക് ഏറ്റവും ഇഷ്ടം ഏതാണെന്ന്. പാടിയ ആളെയാണോ, അതോ വരികളാണോ, സംഗീതമാണോ? ഓക്കെ, പാടായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ വരുമെന്ന്. അപ്പൊ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാന്ന് പറഞ്ഞോ. നമുക്കൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് പറ. ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടാറ്റ.